ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമായി ആചരിക്കുന്നു. എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയ്ക്ക് സമാധാനത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശ്യം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുജനസഭ 1981 അന്താരാഷ്ട്ര സമാധാന ദിനം ആചരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത്. ആഗോളമായി വെടിനിർത്തലിന്റെയും അക്രമരാഹിത്യത്തിന്റെയും ദിനമാണിത്. സർവ്വലോക രാജ്യങ്ങളുടെ എന്നത്തെയും സ്വപ്നമാണ് ലോക സമാധാനം. സമാധാനം എന്ന മുഖ്യ ലക്ഷ്യം പൂവണിയാതെ സാമൂഹികവുമായ പുരോഗതികൾ അസാധ്യമാണെന്ന യാഥാർത്ഥ്യത്തിന്റെ തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു ചിന്ത ലോകരാഷ്ട്രങ്ങൾക്ക് കൈവന്നത്. അത്യാധുനിക ആയുധ വികസനം കാരണം 20-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ രക്തരൂക്ഷിതവും മനുഷ്യ നിലനിൽപ്പിന് തന്നെ ഭീഷണിയും ആയപ്പോഴാണ് ലോകം സമാധാനത്തിന്റെ പ്രാധാന്യത്തെയും അത് വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നത്. അതിന്റെ പരിണിത ഫലമായി ലോകരാഷ്ട്ര നേതാക്കൾ ഒരുമിച്ച് കൂടി. 2-ാം ലോക യുദ്ധത്തിനു ശേഷം ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടു. സമാധാനം എന്ന സ്വപ്നമായിരുന്നു അതിൻ്റെ പരമലക്ഷ്യം. ആ സ്വപ്നം പൂവണിയാൻ ഐക്യരാഷ്ട്രസഭ പല പദ്ധതികളും ലോകമൊട്ടാകെ നടപ്പാക്കി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ആ സമാധാന സംഘടന ഇന്നും ലോകത്തിന് ശാന്തിയുടെ വിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതിൽ മറ്റെന്തിനേക്കാളും നാം കടപ്പെട്ടിരിക്കുന്നതും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പദ്ധതികളോടെയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണം ശിവഗിരി മഠത്തിൽ നാമജപം, ഉപവാസം, മഹാസമാധി പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകളോടെ നടന്നു. രാവിലെ 5 മുതൽ വിശേഷാൽ പൂജ, ഹവനം, പാരായണം, മഹാസമാധി പീഠത്തിൽ ജപം, ധ്യാനം, സമൂഹ പ്രാർത്ഥന, ശ്രീനാരായണ ദിവ്യ സത്സംഗം എന്നിവ നടന്നു. മഹാസമാധി സമ്മേളനവും ഉപവാസ യജ്ഞവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായി. സ്വാമി ശുഭാംഗാനന്ദ, സ്വാമി ശാരദാനന്ദ, സ്വാമി സൂക്ഷ്മാനന്ദ എന്നിവർ അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ ശശി തരൂർ MP മുഖ്യപ്രഭാഷണവും നടത്തി. ഗുരുദേവന്റെ മഹാസമാധിയും ഭക്തജനങ്ങളുടെ അനുഷ്ഠാനവും എന്ന വിഷയത്തിൽ സ്വാമി സച്ചിദാനന്ദ പ്രഭാഷണം നടത്തുകയും ശാരദാമഠത്തിൽ ശാന്തി ഹോമയജ്ഞവും തുടർന്ന് മഹാസമാധി പീഠത്തിലേക്ക് കലശം വഹിച്ചുകൊണ്ടുള്ള ശാന്തിയാത്രയും ഉണ്ടായിരുന്നു. മുതിർന്ന CPIM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. CPIM കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, എറണാകുളം ജില്ലാ സെക്രട്ടറി, ഇടതുമുന്നണി കൺവീനർ, CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി, 1980 മുതൽ 84 വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോകസഭാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വയനാട് ദുരന്ത മേഖലയിലെ ആദ്യഘട്ട പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട 1202 കോടി രൂപയിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ. വിശദമായ മെമ്മോറാണ്ടം നൽകി. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വയനാട്ടിലെത്തി എല്ലാ സഹായവും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും 40 ദിവസത്തിന് ശേഷവും പണം കിട്ടിയില്ല. കേരളം നൽകിയ നിവേദനം ചട്ടപ്രകാരമല്ല എന്ന കാരണം പറഞ്ഞാണ് കേന്ദ്ര സഹായം വൈകിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കം നേരിടാൻ 3000 കോടിയിലധികം രൂപയുടെ ധനസഹായം 2 ദിവസം മുമ്പ് കൃഷിമന്ത്രി സംസ്ഥാനത്ത് നേരിട്ടെത്തി പ്രഖ്യാപിച്ചപ്പോഴാണ് കേരളത്തിനുള്ള സഹായം നീട്ടിക്കൊണ്ടുപോകുന്നത്. തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരമുള്ള മറുപടി നൽകിയ സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ ഡിവൈഎസ്പിയുമായ MS സന്തോഷിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കം ഉണ്ടാക്കി എന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. DGPയുടെ റിപ്പോർട്ടിലാണ് സർക്കാരിന്റെ നടപടി. DYSPയുടെ നടപടി തെറ്റായ വാർത്ത പ്രചരിക്കാൻ കാരണമായെന്നാണ് DGPയുടെ റിപ്പോർട്ട്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും CPMഉം ചേർന്നും ഇത്രയും നാൾ കേരള ജനതയെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. പൂരം കലക്കിയെന്ന് ആരോപണം നേരിടുന്ന സർക്കാർ നടത്തുന്ന ഒരു അന്വേഷണത്തിലും കേരള ജനതയ്ക്ക് വിശ്വാസമില്ല. അതിനാൽ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവരാവകാശ രേഖ പുറത്തുവിട്ടതോടെ വഴിവിട്ട നീക്കങ്ങൾ പുറത്താകുന്നുവെന്നും പൂരം കലക്കിയത് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിയുടെ അടക്കം പങ്ക് പുറത്തുവരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ ജയത്തിൽ അനുകൂലമായ പൊതുവികാരം ഉണ്ടാക്കിയതിന് പിന്നിൽ തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിനും പങ്കുണ്ടെന്ന ആരോപണത്തിനിടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിനായി മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഓൺലൈനായാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്.
പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ചോദ്യം ചെയ്ത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം പി സന്തോഷ് കുമാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായുള്ള ബെഞ്ചാണ് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തുക പ്രാഥമിക അന്വേഷണം മാത്രമെന്ന് റിപ്പോർട്ട്. കേസെടുത്ത് അന്വേഷിക്കില്ല. 6 മാസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. നടനും MLAയുമായ മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ പോക്സോ കേസ്. ഓഡീഷനായി ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയ ബന്ധു കൂടിയായ നടി നിരവധി പേർക്ക് തന്നെ കാഴ്ചവെച്ചെന്ന് പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുത്ത ശേഷമാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. പ്രായപൂർത്തിയാവും മുമ്പാണ് അതിക്രമം നടന്നതെന്നും മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ സെക്സ് മാഫിയയുടെ ആളാണെന്നും യുവതി ആരോപിച്ചിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പരാതിക്കാരിയായ ബംഗാളി നടിയുടെ രഹസ്യമൊഴി എറണാകുളം CJM കോടതി ഓൺലൈനായി രേഖപ്പെടുത്തി. കൊൽക്കത്ത ആലിപ്പൂർ കോടതിയിലായിരുന്നു നടപടികൾ. കൊച്ചിയിൽ വന്ന് മൊഴി നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് പരാതിക്കാരി അറിയിച്ചതോടെയാണ് രേഖകൾ അന്വേഷണ സംഘം കൊൽക്കത്തയിലെ കോടതിയിലേക്ക് അയച്ച് നടപടികൾ പൂർത്തിയാക്കിയത്. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് കേസിൽ ജാമ്യം അനുവദിച്ചതോടെ 7.5 വർഷത്തിനു ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കർശന ഉപാധികളോടെയാണ് പൾസർ സുനിക്ക് എറണാകുളം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള 3-ാം ഘട്ട തെരച്ചിൽ ഇന്നലെ ഔദ്യോഗികമായി തുടങ്ങി. ഇന്നലെ വൈകിട്ട് 20 മിനിറ്റോളമാണ് പ്രാഥമിക തെരച്ചിൽ നടത്തിയത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ തുടർച്ചയായ 2-ാം വർഷവും കേരളത്തിന് 1-ാം സ്ഥാനം. ട്രോഫിയും പ്രശസ്തി ഫലകവും അടങ്ങിയ പുരസ്കാരം ന്യൂഡൽഹി ഭാരത് മണ്ഡപിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദയിൽ നിന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പരീൻ ഏറ്റുവാങ്ങി. LDFിലെ ഘടകകക്ഷിയായ NCPയിൽ മന്ത്രിമാറ്റം. വനമന്ത്രി AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നാണ് വിവരം. കുട്ടനാട് MLA തോമസ് K തോമസ് പകരം മന്ത്രിയാകും. പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കകം ഉണ്ടായേക്കും. CPM തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി സ്ഥാപനത്തിൽ കയറി സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ചെന്ന് പരാതി. ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെട്ട കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. വെള്ളനാട് വില്ലേജ് ഓഫീസ് പരിസരത്തെ തട്ടുകടയ്ക്ക് മുന്നിലാണ് സംഭവം നടന്നത്. ഡൽഹിയിൽ അതിഷി മർലേനയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് വൈകിട്ട് 4:30 ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിർഷിക്കൊപ്പം 5 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലബനനിൽ ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനത്തിൽ ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്ന മലയാളിയും നോർജീരിയൻ പൗരനുമായ റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോട്ട ഗ്ലോബൽ ലിമിറ്റഡിന് ക്ലീൻ ചീറ്റ് നൽകി ബൾഗേറിയ. കമ്പനി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് ദേശീയ സുരക്ഷയ്ക്കുള്ള ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെയുണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി പടരുന്നു. വിഷയത്തിൽ നയതന്ത്ര പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് US പ്രതികരിച്ചു. യുദ്ധം രൂക്ഷമാകുന്നതിനെതിരെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഒഡീഷയെ തകർത്ത പഞ്ചാബ് FC. 1-2 ഗോളുകൾക്കാണ് പഞ്ചാബിന്റെ വിജയം. ബംഗ്ലാദേശിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം ഇന്ത്യക്ക് മേൽക്കൈ. 227 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡുമായി 2-ാം ഇന്നിംഗ്സിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എടുത്തു. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ 376 റൺസ് ഉയർത്തിയ ഇന്ത്യ മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിനെ 149 റൺസിന് പുറത്താക്കിയിരുന്നു. 4 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും 2 വീതം വിക്കറ്റുകൾ നേടിയ മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ്, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ബംഗ്ലാദേശിനെ തകർത്തത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീന 1-ാം സ്ഥാനത്ത് തുടരുന്ന ഫിഫ ഫുട്ബോൾ ലോക റാങ്കിങ്ങിൽ ഇന്ത്യ 2 സ്ഥാനം കൂടി താഴേക്കിറങ്ങി 126-ാം സ്ഥാനത്ത്. അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, ബ്രസീൽ എന്നിങ്ങനെയാണ് ആദ്യ 5 റാങ്കുകാർ. 102-ാം സ്ഥാനത്ത് വരെ എത്തിയിരുന്ന ഇന്ത്യയുടെ അടുത്ത കാലത്തെ ഏറ്റവും മോശം റാങ്കിംഗ് ആണിത്.